മക്കളെ, ഇന്ന് നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ 4 സെറ്റ് ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നന്നായി പഠിച്ച് നല്ലൊരു മാർക്ക് തന്നെ കരസ്ഥമാക്കുക. ക്ലാസ് ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഹാച്ചി കി കഹാനിയിലെ ഭാഗമാണ്. വായിച്ചു തുടങ്ങാം. प्रोफेसर ने तय किया कि मैं इस कुत्ते के मालिक को गोजूंगा, तब तक वह नहीं मिलेगा, यह मेरे साथ ही रहेगा. उसे साथ लेकर वह रोज उसके मालिक को गोजने निकलते, लेकिन वह कहीं नहीं मिला. ചോദ്യം നോക്കാം. സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള വികൽപ്പ് എഴുതാനാണ്. ഇവിടെ മേരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എല്ലാതും മേരെ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം മേരെ എന്നതിൻ്റെ ശരിയായിട്ടുള്ള വികൽപ്പ് ഏതാണ് വരുന്നത്? മേം പ്ലസ് കെ ആണ് അല്ലേ? മേം പ്ലസ് കെ ആണ് എന്ത് വരുന്നത്? മേരെ എന്ന് വരുന്നത്. മേം പ്ലസ് കെ മേരെ, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. മേം പ്ലസ് ക പറഞ്ഞാൽ മേര എന്നാണ്. മേം പ്ലസ് ക മേര. മേം പ്ലസ് കോ പറഞ്ഞാൽ മുജുക്കോ അല്ലെങ്കിൽ മുജേ എന്നാണ്. മേരെ എന്നല്ല. മേം പ്ലസ് കോ മുജുക്കോ അല്ലെങ്കിൽ മുജേ. മേം പ്ലസ് കി മേരി. ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് മേം പ്ലസ് കെ മേരെ എന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മളിവിടെ തന്നിരിക്കുന്നത് ഓർ ക്വസ്റ്റ്യൻ നോക്കാം. പിള്ള മിൽനെ കി ബാത്ത് പ്രൊഫസർ ने अपने मित्र को पत्र लिखकर बताता है, वह पत्र तैयार करें. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പട്ടിക്കുഞ്ഞിനെ കിട്ടിയ കാര്യം പ്രൊഫസർ തൻ്റെ സുഹൃത്തിനെ എഴുതി അറിയിക്കുകയാണ്, കത്ത് എഴുതി അറിയിക്കുകയാണ്. ആ കത്ത് നിങ്ങളോട് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കത്ത് നിങ്ങളോട് തയ്യാറാക്കാൻ. അതാണ് ഇവിടെ തന്നിരിക്കുന്ന ഒരു ചോദ്യം. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ടെണ്ണം അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്കറിയാം, പത്രം എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ മാത്രം ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫോർമാറ്റുകൾ ഡയറി, പത്ര, പടുക്കഥ, അതിൻ്റെയൊക്കെ ഫോർമാറ്റുകൾ മാത്രം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. പടുക്കഥ നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല. ഡയറിയും അതുപോലെ തന്നെ പത്രം, പിന്നെ കവിതയുടെ ആശയം, അത്രയും കാര്യങ്ങളൊക്കെ വേറെ വേറെ തന്നെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണണം. അപ്പോൾ നിങ്ങളുടെ ഫോർമാറ്റ് പറഞ്ഞാൽ പ്ലേസും ഡേറ്റും ആണ്. പിന്നെ പ്രിയ മിത്രാണ് വരുന്നത് ഇവിടെ. പിന്നെ എന്താണോ സംഭവം അതാണ് ഇവിടെ എഴുതുന്നത്. പിന്നീട് വരുന്നത് ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഫ്രമും ഇവിടെ ടു ആയിട്ടാണ് നമ്മൾ എഴുതുക. ഇവിടെ ആരാണോ എഴുതുന്ന ആളുടെ അഡ്രസ്സ് ഇവിടെ എഴുതുക. ആരാണോ സ്വീകരിക്കുന്ന ആളുടെ അഡ്രസ്സ് ഇവിടെ എഴുതുക. അതാണ് എന്തതിൻ്റെ ഫോർമാറ്റായിട്ട് വരുന്നത്. അത് നിങ്ങൾ പഠിച്ചതാണ്. ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഹിന്ദി വിന്നറിൽ ഇത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അത് നിങ്ങൾ പഠിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. പിള്ള മില്ലേക്ക്, അത് നമ്മൾ നോക്കി. ഇനി അടുത്തത് ഖുശ്ബു രസ്തെ ഹാത്ത് എന്ന കവിതയിലെ വരികളാണ് തന്നത്. അതിൽ 3ഉം 4ഉം ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. സുഗന്ധ് കേലിയ കവിതാമയം പ്രയുക്ത ശബ്ദ കൊൻസാഹെ എന്നാണ് ചോദ്യം. സുഗന്ധം എന്നത് കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം ഏതാണ്? കണ്ട അവിടെ ഖുശ്ബു എന്നുണ്ട് അല്ലേ? ഖുശ്ബു ആണെന്ത് അതിൻ്റെ ആൻസർ. ഖുശ്ബു പറഞ്ഞാൽ എന്താണ്? സുഗന്ധം. ഖുശ്ബു എന്താണ്? സുഗന്ധം. അപ്പോൾ സുഗന്ധ് എന്ന ഹിന്ദി, ഖുശ്ബു എന്ന ഹിന്ദി ഒരേ അർത്ഥമാണ്. എന്താണ് അർത്ഥം വരുന്നത്? സുഗന്ധം എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖിയം എന്നാണ്. ആരാണ് കവി എന്ന് എഴുതണം, കവിതയെ പരിചയപ്പെടുത്തണം, എന്നിട്ട് കവിതയുടെ ആശയം എഴുതണം. അപ്പം നമ്മൾ ആദ്യം തന്നെ കവിതയുടെ പേര് അതൊക്കെ മറക്കാതെ എഴുതാം. ഓക്കെ, അപ്പം ഇത് ഖുശ്ബു രചിതേ ഹേ ഹാത്ത് എന്ന പേരിലുള്ള കവിതയാണ്. എഴുതിയിരിക്കുന്നത് ആരാണ്? അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കവിതയുടെ ആശയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇത് നമ്മൾ പഠിച്ചതാണ്. ഖുശ്ബു രചിതേ ഹേ ഹാത്ത് എന്ന ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഹിന്ദി വിന്നർ നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് എടുത്തിട്ട് പഠിക്കുക. അടുത്തത് വരുന്നത് സയാനി ബുവ എന്ന കഹാനിയിൽ നിന്നാണ്. 5, 7 എന്ന 5ഉം 6ഉം 7ഉം ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ സയാനി ബുവ എന്ന കഹാനിയിൽ നിന്നും എഴുതേണ്ടത്. ഇവിടെയും എന്താണ് ചോദിച്ചിരിക്കുന്നത്? സഹി വികൽപ്പ് ചുനുക്കർ ലിഖേം എന്നാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. സഹി വികൽപ്പ് ചുനുക്കർ ലിഖേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ വഹ് പ്ലസ് സേ, ഇവിടെ എന്താ എല്ലായിടത്തും തന്നിരിക്കുന്നത് ഉസ്സേ ആണ് അല്ലേ. ഉസ്സേ 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 എന്നാണ് തന്നിരിക്കുന്നത്. വഹ് പറഞ്ഞാൽ എന്താണ്, ഉസ് ആണ് എന്നറിയാം. അതിൻ്റെ കൂടെ സേയും കൂടെ ചേർത്തു. അപ്പം എന്താണ്, ഉസ്സേ. ഇതാണ് ശരിയായ ആൻസർ അല്ലേ. ഇതാണ് ശരിയായ ആൻസർ. ഉസ് പ്ലസ് സേ ഉസ്സേ. ഇതോ ഉസ് കഴിഞ്ഞിട്ട് കോയാണ്. ഇവിടെ വഹാണ്, വഹ് ഉസ് ആയി മാറുന്നു, അതുകൊണ്ടാണ് ഉസ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ വഹ് പ്ലസ് കോ എന്താണ്, ഉസുക്കോ എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഉസ്സേ എന്നാണ് തന്നത്, അപ്പോൾ അത് തെറ്റാണ്. ശരിയായിട്ടുള്ള ആൻസർ എന്താണ്, വഹ് പ്ലസ് സേ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് നോക്കാം. ബുവാക്കോ സയാനി ബുവാ ക്യോം കഹ്നെ ലഗേ. ബുവയെ എന്തിനാണ് സയാനി ബുവ എന്ന് വിളിക്കാൻ തുടങ്ങിയത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കാൻ തുടങ്ങിയത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് സയാനി ബുവ എന്ന് ബുവയെ വിളിക്കാൻ തുടങ്ങിയത്? അവരുടെ ആ കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാനൊക്കെ ഉള്ള ആ ഒരു എല്ലാ കാര്യങ്ങളും വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അതിനെ ആ ബുവയെ എന്ത് വിളിച്ചത്, സയാനി ബുവ എന്ന് വിളിച്ചത് അല്ലേ. ഇത് നമ്മൾ എഴുതി പഠിച്ചതാണ്, അത് നോക്കി പഠിച്ചിട്ട് എഴുതുക. അതുപോലെ തന്നെ സയാനി ബുവയുടെ ചരിത്രപര ടിപ്പണി നമ്മൾ പഠിച്ചതാണ്. ഇത് മാത്രമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പം നിങ്ങൾ കാണുക. ചരിത്രപര ടിപ്പണി, സയാനി ബുവയുടെ ചരിത്രപര ടിപ്പണി. അതുപോലെ തന്നെ സയാനിക്ക് ശീർഷക സാർത്ഥ, അതായത് ഈ കഹാനിയിലാണ് കഹാനിയുടെ ശീർഷകം പറഞ്ഞാൽ കഥയുടെ പേര് എന്തായിരുന്നു, സയാനി ബുവ എന്നായിരുന്നു അല്ലേ. അപ്പം ആ ഒരു പേര് ഈ കഥയ്ക്ക് എത്രമാത്രം സാർത്ഥകമാണ്, അർത്ഥവത്തായിട്ടാണ് വന്നത് എന്ന് നമ്മൾ എന്തെഴുതണം, ടിപ്പണി ഒരു കുറിപ്പ് എഴുതുക. ഈ കുറിപ്പും നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഇതും നമ്മൾ പഠിച്ചത് തന്നെയാണ്. അപ്പം നിങ്ങൾ എഴുതിയ കാര്യം തന്നെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ വായിച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ വേറെ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, നോക്കിയിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ചൗക്ക് കവിതയിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. ലേക്കിൻ അബ് ഭി ഉൻ ദോടെ സേ ദിനോ കെ ദശകോ ബാദ് ഭി ജബ് കഭി मैं किसी बड़े शहर के बेतरतीब चौक से गुजरता हूँ उस स्त्रियों की याद आती है. ഈ ആശയം വരുന്ന വരികളാണ് എഴുതാൻ പറഞ്ഞത്. താഴെയാണ് കേട്ടോ ആശയം. ഈ ആശയം വരുന്ന വരികളാണ് നമ്മൾ നോക്കേണ്ടത്. താഴെയാണ് ഉണ്ടാവുക. ഇങ്ങനൊരു ഇതിൻ്റെ ചോദ്യം ശരിക്കും ഇതിന് താഴെയാണ് ഉണ്ടാവുക കേട്ടോ. എന്താണ് വന്നിരിക്കുന്നത്, അസ്തവ്യസ്ത ചൗരാഹോം കോ പാർ കർത്തേ ഹുയേ മുജേ ഒരു സ്ത്രീയോ കി യാദ് ആത്തി ഹേ എന്നർത്ഥം വരുന്ന വരിയാണ് നമ്മൾ എഴുതേണ്ടത്. ലേക്കിൻ അബ് ഭി ഉൻ ദോടെ സേ ദിനോ കെ ദശകോ ബാദ് ഭി ജബ് കഭി ഭി കിസി ബഡേ ഷഹർ കെ ബഹത്തർ ഭി ചൗക്ക് ഗുസർത്താ ഹൂം ഉൻ സ്ത്രീയോ കി യാദ് ആത്തി ഹേ. അപ്പം എന്താണ് ഇതിൻ്റെ ഈ രണ്ട് വരിയാണ് വരിക അല്ലേ. ബേതർത്തീബ് ചൗക്ക് സേ ഗുസർത്തേ ഹൂം ഉൻ സ്ത്രീയോ കി യാദ് ആത്തി ഹേ എന്ന ഈ രണ്ട് വരിയാണ് വരിക. വളരെയധികം തിക്കും തിരക്കുമുള്ള നാൽക്കാവലയിലൂടെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ സ്ത്രീകൾ ഓർമ്മ വരുന്നു. ഇതൊക്കെയാണ് ബേതർത്തീബ് ചൗക്ക് സേ ഗുസർത്താ ഹൂം ഉൻ സ്ത്രീയോ കി യാദ് ആത്തി ഹേ. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് സടക്ക് ചിഹ്നോക്കോ പഹ്ചാൻ ലിഖേ. സടക്ക് രണ്ട് റോഡ് നിയമങ്ങളുടെ ചിഹ്നമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം, സടക്ക് ചിഹ്നമൊക്കെ പഹ്ചാൻ കർ ലിഖേ, തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾക്കത് ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിലുണ്ടായിരുന്നു അല്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ജബ് ഹം ധീരെ ചൽത്തേ എന്ന യാത്രാവൃത്തിൻ്റെ ഭാഗമാണ് താഴെ തന്നിരിക്കുന്നത്. ആ യാത്രാവൃത്തിൻ്റെ ഭാഗം എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് അതിനുശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കുച്ച് ദിനോ ബാദ് कुछ दिनों बाद वो अपने दोस्त मैनुअल के साथ मुझसे मिलने आई. उनकी संस्था कला थिएटरों इटली के फ्रियूली इलाके में एक चलता फिरता थिएटर शुरू करना चाहती थी. ചോദ്യം എന്താണ്, വിശേഷണ ശബ്ദം എഴുതാനാണ് ചോദ്യം. വിശേഷണം, ഒരു ശബ്ദത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്, വിശേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, ദോസ്ത്, ഫ്രണ്ട്, അങ്ങനെ വിശേഷിപ്പിക്കൂല. പിന്നെ എന്താണ്, തിയേറ്റർ, അതുമില്ല. ബെഹത്തർ ബെഹത്തരീൻ ആണ്. ബെഹത്തരീൻ പറഞ്ഞാൽ എന്താണ്, മികച്ച.
ബഹത്തരീൻ. അപ്പം മികച്ച എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കുക അല്ലേ. മികച്ച കലാകാരൻ, ഏറ്റവും നല്ല കലാകാരൻ, നല്ല കലാകാരി, മികച്ച കലാകാരി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കൂലേ. അപ്പം എന്താണ് ബഹത്തരീൻ എന്നതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് വാക്യവിസ്താറാണ്. ചൽത്താ ഫിർത്ത, പിന്നെ തിയേറ്റർ, ബഹത്തരീൻ ഡാൻസർ. ലുആന ശുരു കരാ ചാഹത്തി ദി. ശുരു കർണ എന്നായിരിക്കും കേട്ടോ. ലുആന ശുരു കർണ ചാഹത്തി ദി. എന്താണ് ചൽത്താ ഫിൽത്ത, പിന്നെ തിയേറ്റർ, ബഹത്തരീൻ ഡാൻസർ. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടേക്ക് 3 സെൻറ്റൻസ് ആണ് ഇവിടേക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ലുആന ശുരു കർണ ചാഹത്തി ദി, ലുആന തിയേറ്റർ ശുരു കർണ ചാഹത്തി ദി അല്ലേ. എന്താണ് ലുആന കഴിഞ്ഞിട്ട് എന്താണ് എഴുതേണ്ടത്, ലുആന കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് തിയേറ്റർ. ലുആന തിയേറ്റർ, ഒന്നാമത് നമ്മൾ തിയേറ്റർ എടുക്കുക. ലുആന തിയേറ്റർ ശുരു കർണ ചാഹത്തി ദി. അടുത്തതോ ലുആന ചൽത്താ ഫിർത്ത തിയേറ്റർ. പിന്നെ നമ്മൾ ചൽത്താ ഫിർത്ത എടുക്കും. ഫസ്റ്റ് തിയേറ്റർ എഴുതുക, പിന്നെ ചൽത്താ ഫിർത്ത എഴുതിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ തിയേറ്റർ എന്നും കൂടെ എഴുതണം കേട്ടോ. ലുആന ചൽത്താ ഫിർത്ത തിയേറ്റർ ശുരു കർണ ചാഹത്തി ദി. പിന്നെ ലാസ്റ്റ് ബഹത്തരീൻ ഡാൻസർ ലുആന, മികച്ച ഡാൻസർ ആയിട്ടുള്ള ലുആന. ബഹത്തരീൻ ഡാൻസർ ലുആന ചൽത്താ ഫിൽത്ത തിയേറ്റർ ശുരു കർണ ചാഹത്തി ദി. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാക്യവിസ്താർ ഉണ്ടാക്കേണ്ടത്. വാക്യവിസ്താർ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണണം. ഇനി നമ്മൾക്ക് അടുത്തത് നോക്കാം. ലുആന अपने प्रोफेसर पर काम करने के लिए एलन शाह का आमंत्रण किया, उनके बीच हुए संभावित വാർത്താലാപ് തയ്യാർ കരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലുആന തൻ്റെ പ്രൊജക്റ്റ്, ഞാനിവിടെ നേരത്തെ തെറ്റിച്ചാണ് പറഞ്ഞത്. ലുആന अपने പ്രൊജക്റ്റ് पर काम करने के लिए, ലുആന തൻ്റെ പ്രൊജക്റ്റിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എലൻ ഷായെ എന്ത് ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആമന്ത്രണം പറഞ്ഞാൽ ക്ഷണിക്കുക. അവർക്കിടയിലുള്ള സംഭാഷണം, ക്ഷണിക്കുന്ന സമയത്ത് അവർ തമ്മിലിങ്ങനെ സംസാരിക്കല്ലോ. അപ്പോൾ ആ ഒരു സംഭാഷണമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളിവിടെ വാർത്താലാപമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ അതിന് പറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കുക. കൊച്ചു ദിനോ ബാദാപ്പനെ ബാസ്ത ഉസ്കേ സംസ്ഥ കലാ തിയേറ്ററോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് ആക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു വാർത്താലാപം നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ആ ഒരു വാർത്താലാപം ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. അടുത്തത് സിരിയാക്കി ബേട്ടിലെ സംസ്മരണിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. एन युद्ध के समय यह वहाँ क्यों जा रही है, क्या कोई ऐसे जाता है, शायद यह सवाल मेरे चेहरे पर झलक उड़ा था. സഹി പ്രസ്താവ് പഹച്ചാനെ സഹി വികൽപ്പ് ചുൻകർ ലിഖിയും എന്നാണ് പറഞ്ഞത്. ശരിയായിട്ടുള്ള പ്രസ്താവന നിങ്ങൾ ഏതാണെന്ന് നോക്കി മനസ്സിലാക്കി വെച്ചിട്ട് അതിൻ്റെ സഹി വികൽപ്പ് ഇവിടെ ഉണ്ടാവും. ആ ശരിയായ വികൽപ്പാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ലേഖിക സിരിയ ജാ രഹി ഹെ, ലേഖിക സിരിയയിലേക്ക് പോകുന്നു. ശരിയാണോ? ലേഖികയാണോ സിരിയയിലേക്ക് പോകുന്നത്? അല്ല. സിരിയാമ യുദ്ധ ചൽ രഹാ ഹെ, ശരിയാണ്, സിരിയയിൽ യുദ്ധം നടക്കുന്നു. ലടുക്കി മുംബൈ ജാ രഹി ഹെ, ലടുക്കി മുംബൈയിലേക്കാണോ പോകുന്നത്? അല്ല. ലടുക്കിക്ക് സാത്ത് ഏക്ക് ചോട്ട ബച്ച ബീത, ശരിയാണ്, പെൺകുട്ടിയുടെ കൂടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് രണ്ടാണ് ശരിയായിട്ട് വരുന്നത്. ഈ 2 എന്ന നമ്പറും അതുപോലെ തന്നെ 4 എന്ന നമ്പറാണ് ശരിയായിട്ട് വരുന്നത്. 2ഉം 4ഉം ശരിയാണ്, നമ്മുടെ ചോയ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റ് ആൻസറായിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ഏൻ യുദ്ധക്കെ സമയം ലടുക്കി വഹാ ക്യോ ജാ രഹി ഹെ, ഈ യുദ്ധത്തിൻ്റെ സമയത്ത് പെൺകുട്ടി എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, എന്തിനാണ് പോകുന്നത്? അപ്പനെ മാം ബാബുക്കോ ഖ്യാൽ രഖ്നെ കെ ലിയെ അല്ലേ, അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിരിയയിലേക്ക് ആ പെൺകുട്ടി പോകുന്നത്. യുദ്ധക്കെ വിരുദ്ധ സന്ദേശ് ദേത്തെ പോസ്റ്റർ ബനായി, യുദ്ധത്തിൻ്റെ വിരുദ്ധമായിട്ട് സന്ദേശം നൽകുന്ന പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഈ പോസ്റ്റർ നമ്മൾ ചെയ്തതാണ്. ഇനി നമ്മൾ യുദ്ധവിനാശകാരി ഹേ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളോട് പോസ്റ്റർ പറഞ്ഞില്ല, ആ പോസ്റ്ററിലേക്ക് നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് എടുക്കാം. യുദ്ധവിനാശകാരി ഹേ എന്ന് നമുക്ക് പോസ്റ്ററിന് എന്ത് ചെയ്യാം, പിന്നെ
പോസ്റ്ററിന് വേണ്ടിയിട്ട് സെന്റൻസ് എഴുതാം അല്ലെ, യുദ്ധ വിനാശകാരി ഹേ, യുദ്ധ ചോടോ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമ്മളിത് ചെയ്തതാണ് കേട്ടോ പോസ്റ്റർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിത്രക്ക് ആധാർ പർ ദോ പ്രശ്ന ബനായേ. ഇവിടെ ചിത്രം കണ്ടോ, ഈ ചിത്രത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ട് 2 ചോദ്യങ്ങൾ. പ്രശ്ന പറഞ്ഞാൽ എന്താണ്, പ്രശ്ന പറഞ്ഞാൽ ചോദ്യം, പ്രശ്നം എന്ന് പറയും പ്രശ്നം എന്ന് പറയും കേട്ടോ. അപ്പൊ എന്താണ്, ചോദ്യമാണ്, ചോദ്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, ബച്ചേ ക്യാ കർത്തേ ഹേ, കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, ആ കുട്ടികൾ ബോൾ കളിക്കുന്നു അല്ലെ, കുട്ടികൾ എവിടെയാണ് ബോൾ കളിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുക, എങ്ങനെയാണ് എഴുതുക, ബച്ചേ അല്ലെങ്കിൽ ബച്ചേ കഹാം ഗേൽത്തേ ഹേ, കുട്ടികൾ എവിടെയാണ് കളിക്കുന്നത്, മൈതാൻമേലെ, മൈതാനത്തിലാണ് കളിക്കുന്നത്. അപ്പൊ 2 ചോദ്യം നമ്മൾ ഉണ്ടാക്കി. ഇനി ചിത്രಕ್ಕೆ ആധാർ പർ ദോ വാക്യ ലിഖേം എന്നാണ് പറഞ്ഞത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് 2 സെന്റൻസ് എഴുതാനാണ് പറഞ്ഞത്, 2 സെന്റൻസ്. അപ്പൊ എത്ര കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്, 3, 2, 5 കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾക്ക് 2 സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം, കുട്ടികൾ കളിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ബോൾ കളിക്കുന്നു, കുട്ടികൾ മൈതാനത്തിൽ ബോൾ കളിക്കുന്നു, കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നു, അതൊക്കെ നമുക്ക് സെന്റൻസ് ആയിട്ട് എഴുതാം അല്ലെ. അപ്പൊ 2 സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാം. ബച്ചേ ഗേൽത്തേ ഹേ, കുട്ടികൾ കളിക്കുന്നു, ബച്ചേ മൈതാൻമേ ഗേൽത്തേ ഹേ, കുട്ടികൾ മൈതാനത്തിൽ കളിക്കുന്നു, ബച്ചേ മൈതാൻ മേ ഖുഷി സേ ഖേൽത്തേ ഹേ, കുട്ടികൾ സന്തോഷത്തോടു കൂടി മൈതാനത്തിൽ കളിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യൻ മോഡൽ നോക്കാം. ചോദ്യം വന്നിരിക്കുന്നത് സയാനി ബുവ എന്ന കഹാനിയിൽ നിന്നാണ്. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഇതിൽ നിന്ന് എഴുതേണ്ടത്. 1ാമത്തെ ചോദ്യം നോക്കാം. വിശേഷണ ശബ്ദ ചുനിക്കർ ലിഖേം എന്നാണ് പറഞ്ഞത്. വിശേഷണ ശബ്ദമാണ് നമ്മൾ ഇതിൽ നിന്ന് എഴുതേണ്ടത്. ഗൂബ്, പ്യാർ, ആക്യർ, രോയി എത്രയാണ് തന്നിരിക്കുന്നത്. ഗോബ് പറഞ്ഞ നല്ല, പ്യാർ പറഞ്ഞ സ്നേഹം, ആക്കിർ അവസാനം, രോന പറഞ്ഞ കരയുക, രോയി കരഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് വിശേഷണ ശബ്ദത്തിൽ വരുന്നത്, ഗൂബാണ് വരുന്നത് അല്ലേ, ഗൂബാണ് ഇതില് വരുന്നത്. അതാ ഗൂബ് പ്യാർ കിയ, ഗൂബ് പ്യാർ, സ്നേഹത്തിനെ ഗൂബ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അടുത്തത് നോക്കാം. बाई साहब अन्नू को नौकर लेकर कहाँ ले गए और क्यों. ബായി സാഹബ് അന്നു ഓർ നൗക്കർ കോ ലേക്കർ, ബായി സാഹബ് അന്നുവിനെയും അതുപോലെ തന്നെ നൗക്കറിനെയും കൊണ്ട് എങ്ങോട്ടേക്കാണ് പോയത് എന്നാണ് ചോദ്യം. എങ്ങോട്ടേക്കാണ് പോയത്, പഹാഡ് പർ അല്ലേ. ക്യോം എന്തിനാണ് പോയത്. ബായി സാഹബ് അന്നു ഓർ നൗക്കർ കോ ലേക്കർ കഹാം ചലേ ഗയേ ഓർ ക്യോം, എവിടേക്കാണ്, പഹാഡിലേക്കാണ് പോയത്. ക്യോം എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയാണ് പോയത്, എന്തിനു വേണ്ടിയാണ്. അന്നുക്കോ डॉक्टर ने कहा कि अन्नू को पहाड़ ले जाए, इसलिए അല്ലേ, ഡോക്ടർ അന്നുവിനെ പഹാഡിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവര് പഹാഡിലേക്ക് പോയത്. അടുത്ത ചോദ്യം. പ്രസ്തുത പ്രസംഗ പർ ബുआ की उस दिन की ഡയറി കൽപ്പന കർക്കെ ലിഖേം എന്നാണ്. ബുവയുടെ ആ ദിവസത്തെ ഡയറി നമ്മൾ എഴുതിയതാണ്, അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ബുआ की ചരിത്ര വിശേഷതാओं पर टिप्पणी, ഇത് മാത്രമായിട്ടും ഒരു വീഡിയോ ഹിന്ദി വിന്നർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. അതുപോലെ അടുത്ത ചോദ്യം വരുന്നത് ചൗക്ക് കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത്. 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ അതിൽ നിന്നും എഴുതേണ്ടത്. 4 മുതൽ 6 വരെ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. അതിൽ തന്നിരിക്കുന്ന ഭാഗം ഇതുപോലെ നിങ്ങൾക്ക് സൂചന തരും. ഈ സൂചനയിൽ ഏതു ചോദ്യം മുതൽ ഏതു ചോദ്യം വരെയാണ് ആ സൂചനയിൽ നിന്ന് എഴുതേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മാർക്ക് നേടാൻ പറ്റും. കാരണം 4 മുതൽ 6 വരെയുള്ള ചോദ്യം നമ്മൾ ഇതിൽ നിന്നാണ് എഴുതേണ്ടത് പറഞ്ഞാൽ ഇതൊന്നും കൂടെ വായിച്ചു നോക്കുക, അവിടെ എവിടെയെങ്കിലും ഉത്തരം കിട്ടുമോ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പം 4, 5, 6 ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഇതിൽ നിന്ന് നോക്കേണ്ടത്. അപ്പം 4ാമത്തെ ചോദ്യം നോക്കാം. എത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കേണ്ടത്? 4, 5, 6 ഇത് 3ഉം ഏതിൽ നിന്നും നോക്കാനുള്ളതാണ്? ഇതിൽ നിന്നാണ് നമ്മൾ നോക്കേണ്ടത്. 4ാമത്തെ ചോദ്യം നോക്കാം.
പാർ കർണ കാ സമാനാർത്ഥി ശബ്ദ ഹേ. പാർ കർണ എന്നതിന്റെ സമാന അർത്ഥം വരുന്ന ശബ്ദം ഏതാണ്? പാർ കർണ എന്താണ്? ക്രോസ് ചെയ്യാന്നാണ് അല്ലേ? റോഡൊക്കെ മുറിച്ച് കിടക്കണതിനാണ് പാർ കർണ എന്ന് പറയാ. അപ്പൊ എന്താണ്? ഗുസർന. ഗുസർന പറഞ്ഞാലാണ് കടന്നു പോവുക എന്നുള്ള അർത്ഥമാണ്. ഗുസർന കടന്നു പോവുക. പാർ കർണ പറഞ്ഞാൽ കടന്നു പോവുക, മുറിച്ച് കിടക്കുക, ക്രോസ് ചെയ്യുക, അതേ അർത്ഥമാണ് ഗുസർന. ഇനി അടുത്തത് ബഡേ ഷഹർ കെ ബേതർതീബ് സഡക് കവിനെ ഐസാ ക്യോം കഹാ. വലിയ പട്ടണത്തിലെ ബേതർതീബ് സഡക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, കവി എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇത് നമ്മൾ ചെയ്തതാണ്. ആ ആൻസർ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കണം. അടുത്ത തന്നെ കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുए കവിതാംശ കാ ആശയ ലിഖിए. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യം വരുന്നത് കവിയെ നമ്മൾ പരിചയപ്പെടുത്തണം. ആരാണ് കവി എന്ന് നമ്മൾ എഴുതണം. കവിത ഏതാണ് കവിത എന്നും എഴുതണം. കവിത ഏതാണ് വരുന്നത്? ചൗക്ക് എന്ന കവിതയാണ് വരുന്നത് അല്ലെ. ചൗക്ക് എന്ന കവിത എഴുതിയത് ആരാണ്? ആലോക് ധന്വ ആണ് ചൗക്ക് എന്ന കവിത എഴുതിയത്. അപ്പൊ നിങ്ങൾ എപ്പോഴും കവിത എഴുതുമ്പോൾ കവിയുടെ പേര് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ചൗക്ക് കവിത എഴുതിയത് ആരാണ്? ആലോക് ധന്വ. അപ്പൊ നമ്മൾ എഴുതുക ആലോക് ധന്വ സേ ലിഖാ ഹുവാ ഏക് അച്ചി കവിത ഹേ ചൗക്ക് എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ ആലോക് ധന്വ സേ ലിഖാ ഹുവാ ചൗക്ക് കവിത, ഈ പങ്ക്തിയ ഈ വരികൾ ഇന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്ന് എഴുതാം. ഇൻ പങ്ക്തിയാം ആലോക് ധന്വ സേ ലിഖാ ഹുവാ ചൗക്ക് കവിത സേ ലിയാ ഗയാ ഹേ. ആലോക് ധന്വ എഴുതിയിട്ടുള്ള ചൗക്ക് എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇതിൽ കവി ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങുക. അതായത് ഈ കവിതയുടെ ആശയം നിങ്ങൾ പഠിച്ചതാണ്. ആ പഠിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. സിരിയാക്കി ലടുക്കി സംസ്മരൺ കാ ഹംശ പഠേം. സിരിയാക്കി ലടുക്കി എന്നാണ് വന്നിരിക്കുന്നത്. അതിലെ 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഈ സൂചനയിൽ നിന്നും എഴുതേണ്ടത്. 7, 8, 9, 10. सूचना वाक्या मैं उसी के साथ जाकर बैठ गई. उसके बाजू में एक छोटा बच्चा था. उसकी आंखें कलियों की तरह उभरी हुई थी. ചോദ്യം നോക്കാം. സഹി രൂപ് ചുൻകർ ലിഖീം എന്നാണ് ചോദ്യം. ഉസ്കെയുടെ ശരിയായ രൂപമാണ് വഹ് പ്ലസ് കെ ആണ് എന്ത്? ഉസ്കെ എന്ന് വരുന്നത്. വഹ് പ്ലസ് കെ. വഹ് എപ്പോഴും എന്താണ്? ഉസ് ആണ്. വഹിന്റെ രൂപമാറ്റം എന്താണ്? ഉസ് എന്നാണ് വഹ്. അപ്പൊ വഹ് പ്ലസ് കെ എന്ന് പറഞ്ഞാൽ ഉസ് കെ എന്നാണ്. ലേഖിക കാം ജാ രഹി ഥി. ലേഖിക എങ്ങോട്ട് പോകുകയായിരുന്നു? ലേഖിക കഹാം ജാ രഹി ഥി. ലേഖിക എങ്ങോട്ട് പോവുകയായിരുന്നു? ലേഖിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അല്ലെ. മേ ഉസിക്കെ സാത്ത് ജാക്കർ ബഡ് ഗയി ബാജുമയൊക്കെ ചോട്ട. ആ വീടിന്റെ സ്ഥലം അത് എവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മുടെ പാഠത്തിൽ സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആൻസർ ആയിട്ട് എഴുതണം. അടുത്തത് लेखिका को एयरपोर्ट में घंटों तक क्यों रहना पड़ा. ലേഖികയ്ക്ക് എയർപോർട്ടിൽ മണിക്കൂറുകളോളം അവിടെ തങ്ങേണ്ടി വന്നു. എന്താണ് അങ്ങനെ തങ്ങേണ്ടി വരാനുണ്ടായ കാരണം എന്നാണ് ചോദ്യം. എന്താണ് കാരണം? യുദ്ധം കാരണമാണ് അവിടെ തങ്ങേണ്ടി വന്നത് അല്ലെ. ഇതും നമ്മൾ ആൻസർ എഴുതിയതാണ്. ഇനി അടുത്ത് നോക്കാം. പ്രസ്തുത പ്രസംഗ पर लेखिका को सिरिया की लड़की के बीच की बातचीत कल्पना करके लिखिए. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലേഖികയും സിരിയാക്കി ലടുക്കിയും തമ്മിലുള്ള ബാച്ചിത്ത് എഴുതാനാണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, അവിടെ യുദ്ധം നടക്കുകയല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ അവരെന്ത് ചെയ്യാണ്? സംസാരിക്കുകയാണ് അല്ലേ. ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിരിക്കുന്നു, എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യണം? അതൊരു വാർത്താലാപമായിട്ട് എഴുതണം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് യുദ്ധബെട വിനാശകാരിയെ സന്ദേശ് ദേത്തെ ഹുए പോസ്റ്റർ തയ്യാർ കരേ. അപ്പം പിന്നെ ഏറ്റവും എളുപ്പം അത് ചെയ്യുന്നതാണ് അല്ലേ. എന്ത് ചെയ്യുന്നത്? പോസ്റ്റർ ചെയ്യുന്നതാണ് എപ്പോഴും ഏറ്റവും എളുപ്പമായിട്ട് വരുന്നത്. പോസ്റ്റർ അതും എന്താണ്? സന്ദേശവാലി പോസ്റ്ററാണ്. സന്ദേശം നൽകുന്ന പോസ്റ്ററാണ് എഴുതേണ്ടത്. വളരെ സിമ്പിളാണ്. സന്ദേശം നൽകുന്ന പോസ്റ്റർ നമുക്കൊരു
പിക്ചറും വരച്ചിട്ട് ഒരു സെന്റൻസും എഴുതി വെച്ചാൽ ആ പോസ്റ്റർ അവിടെ കംപ്ലീറ്റ് ആയി അല്ലേ. സന്ദേശം നൽകുന്ന പോസ്റ്റർ അല്ലെങ്കിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, ആ സമയവും സ്ഥലവും ഒക്കെ വെച്ചിട്ട് എഴുതേണ്ടത്, സബ്കാ സ്വാഗതം ഒക്കെ വെച്ചിട്ട് എഴുതേണ്ടത്. ഇതിൽ നമ്മൾ സബ്കാ സ്വാഗതം ഒന്നും വെക്കണ്ട. ഇവിടെ തന്നിരിക്കുന്ന യുദ്ധ ബഡാ വിനാശകാരി ഹേ എന്ന ഈ സെന്റൻസ് ഉണ്ടല്ലോ, ആ സെന്റൻസ് തന്നെ നമ്മൾ ഇവിടേക്ക് അങ്ങോട്ട് എടുത്ത് എഴുതുക. യുദ്ധ ബഡാ വിനാശകാരി ഹേ എന്ന് എഴുതുക. എന്നിട്ട് ഒരു പിക്ചറും കൂടെ വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സെന്റൻസും കൂടെ എഴുതാം. യുദ്ധ ബഡാ വിനാശകാരി ഹേ. പിന്നെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയല്ലോ, അതിലും ഉണ്ട് അല്ലേ യുദ്ധത്തിൻ്റെത്, യുദ്ധ വിനാശകാരി ഹേ എന്നുണ്ട്. അപ്പൊ 2 ക്വസ്റ്റ്യൻ എന്ത് വരുന്നുണ്ട്, യുദ്ധത്തിൻ്റെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പോസ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. യുദ്ധ ചോടോ, അതുപോലെ തന്നെ സമാധാൻ ഫൈലാവോ, അങ്ങനെയൊക്കെ നമ്മൾ ഇതിനുള്ള സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പഠിക്കുക. അടുത്തത് ഖുശ്ബൂ രചിതേ ആത്ത് കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത്. ചോദ്യം നോക്കാം. കവിതാംശികെ കവി കോൻഹേ എന്നാണ് ചോദ്യം. ഖുശ്ബൂ രചിതേ ഹാത്തിന്റെ കവി ആരാണ്? ആരാണ് ഖുശ്ബൂ രചിതേ ഹാത്ത് എന്ന കവിത എഴുതിയത്? അരുൺ കമലാണ് അല്ലേ. ആരാണ് എഴുതിയത്? അരുൺ കമലാണ് ഖുശ്ബൂ രചിതേ ഹാത്ത് എന്ന കവിത എഴുതിയത്. അരുൺ കമൽ. നിങ്ങൾ കവിതയുടെ ആശയം പഠിക്കാൻ ഇനിയും ബാക്കിയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, 4 കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 4 കവിതയുടെ പേരും എഴുതിയ ആളെ പേരും നിർബന്ധമായിട്ടും പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു 2 മാർക്ക് കിട്ടിയെന്ന് പറയാം. കാരണം അത്രയും എഴുതി. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കറക്കി കുത്തി എഴുതല്ലോ, അത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, തെറ്റാതെ ഓരോ കവിതയുടെ പേരും കവിയുടെ പേരും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ആദ്യം മുതൽ കവിത പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കവിത വരുന്നത് പേടാണ്. പേട് എന്ന കവിത എഴുതിയിരിക്കുന്നത് സുശീൽ ശുക്ലാണ്. ആരാണ്? സുശീൽ ശുക്ലാണ് പേട് എന്ന കവിത എഴുതിയിരിക്കുന്നത്. പിന്നീട് വരുന്ന കവിതയാണ് ബാബ ആർ ബാബ കി ചെടി. ബാബ ആർ ബാബ കി ചെടി എഴുതിയിരിക്കുന്നത് ഗുൽസാറാണ്. പിന്നീട് വരുന്ന കവിതയാണ് ചൗക്ക്. ചൗക്ക് എന്ന കവിത എഴുതിയിരിക്കുന്നത് ആലോക് ധന്യ. പിന്നെ ലാസ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് ഖുശ്ബൂ രചിതേ ഹാത്ത് എന്ന കവിത. ഖുശ്ബൂ രചിതേ ഹാത്ത് എന്ന കവിത എഴുതിയിരിക്കുന്നത് അരുൺ കമലാണ്. അപ്പൊ ഇത്രയും കവിതയും കവിയെയും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അരുൺ കമലാണ് എന്ത് ഖുശ്ബൂ രചിതേ ഹാത്ത് എന്ന കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? അരുൺ കമലാണ്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഖുശ്ബൂ രചനെ വാലെ ബഡോ കെ ഹാത്ത് ഗീസെ നഗുനെ വാലെ ഹേ. അത് ശരി. അതുപോലെ തന്നെ പീപ്പൽ കെ പത്തേ സെ നയെ നയെ ഹാത്ത് ബച്ചോ കെ ഹേ. അതും എന്താണ് ശരിയാണ്. അപ്പൊ ഇതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഖുശ്ബൂ രചനെ ഹാത്തോ വാല മുഹല്ല കഹാം കഹാം ബസ്താ ഹേ എന്നാണ് ചോദ്യം. ഖുശ്ബൂ രചനെ ഹാത്തോ വാല മുഹല്ല കഹാം കഹാം ബസ്താ ഹേ. വാക്യവിസ്താർ. പിന്നീട് വന്നിരിക്കുന്ന ചോദ്യം എന്താണ്? വാക്യവിസ്താറാണ്. വാക്യവിസ്താർ ബനാത്തെ ഹേ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് ഒന്നാമത്തത്. പിന്നെ ഗന്ധേ ലോഗ് അഗർബത്തിയ മഷ്ഹൂർ. ഇതാണ് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാനുള്ള ശബ്ദം. അപ്പൊ ബനാത്തെ ഹേ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്നു. എന്ത് നിർമ്മിക്കുന്നു? അഗർബത്തിയാം ബനാത്തെ ഹേ അല്ലെ. ഒന്നാമത് നമ്മൾ എടുക്കേണ്ടത് അഗർബത്തിയമാണ്. അഗർബത്തിയാം ബനാത്തെ ഹേ. പിന്നെന്താണ്? ഗന്ധേ ലോഗ് अगरबत्तियां बनाते हैं ले. गंदे लोग अगरबत्तियां बनाते हैं. मशहूर मशहूर अगरबत्तियां बनाते हैं. സോറി, നമുക്ക് ഈ രണ്ടാമത് മഷ്ഹൂർ എടുക്കാം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് വരിക. രണ്ടാമത് മഷ്ഹൂർ എടുക്കുക. ഒന്ന് അഗർബത്തിയാം ബനാത്തെ ഹേ. പിന്നെ മഷ്ഹൂർ അഗർബത്തിയാം എന്തേ ചന്ദനത്തിരികൾ ഉണ്ടാക്കുന്നു, പ്രസിദ്ധമായ ചന്ദനത്തിരികൾ ഉണ്ടാക്കുന്നു. ഗന്ധേ ലോക് മഷ്ഹൂർ അഗർബത്തിയാം ബനാത്തെ ഹേ. ഗന്ധേ ലോക് എന്ത് ചെയ്യുന്നു? പിന്നെ പ്രസിദ്ധമായിട്ടുള്ള ചന്ദനത്തിരികൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ആ 3 സെന്റൻസ് നമുക്ക് എഴുതാം. അടുത്തത് കവിതയുടെ ആശയമാണ് വരുന്നത്. കവിതയുടെ ആശയം ഖുശ്ബൂ രചിതേ ഹാത്ത് എന്ന കവിതയുടെ ആശയം നമ്മൾ പഠിച്ചതാണ്.
പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. ഇനി നമ്മൾക്ക് സിരിയാക്കി ബേട്ടിയിലെ ചോദ്യമാണ്. കഹാംസ യുദ്ധ കി ഖബറേം ആനെ ലഗി ഥി. എവിടെ നിന്നാണ് യുദ്ധത്തിന്റെ വാർത്തകൾ വരാൻ തുടങ്ങിയത്? കുച്ച് ദിനോം ബാദൂസി ഷാറുഖി യുദ്ധക്ക് ഖബറെ ആനെ ലഗി. എവിടെ നിന്നാണ്? ന്യൂസ് പേപ്പറിലാണ് കണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്താണ്? അഖ്ബാർ സേ എന്നാണ്. കുച്ച് ദിനോം ബാദൂസി ഷാറുഖി യുദ്ധക്ക് ഖബറെ ആനെ ലഗി ഗിർത്തെ ഗർക്കി ജൽത്തി ഇമാരത്തേക്ക് ഫോട്ടോ ലഗ്നെ ലഗി ഇനിസ്ക ഷാർക്കി സുരക്ഷിത നെഹി രഹുകയാ. അപ്പൊ ഇതിൽ തന്നിട്ടില്ല. എന്താണ് ആൻസർ വരുന്നത്? എവിടെ നിന്നാണ് വരാൻ തുടങ്ങിയത്? വാർത്ത വന്നത് ന്യൂസ് പേപ്പറിലാണ് അല്ലേ. അപ്പൊ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? അഖ്ബാർ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അക്കഹ എന്നുള്ളതിന്. അബ് ഉസ്കാ ഷഹർ ബി സുരക്ഷിത് നഹി രഹ് ഗയാ ഥാ ക്യോം. അവരുടെ പട്ടണവും ഇപ്പോൾ സുരക്ഷിതമല്ല. എന്തുകൊണ്ടാണ്? അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഷാർക്കി അവരെ ഗീർത്തെ ഗർ और ജൽത്തെ ഇമാരത്തെ പിന്നെ അബ് ഉസ്കാ ഷഹർ ബി സുരക്ഷിത് നഹി രഹ് ഗയാ. അവിടെ എന്താണ്? യുദ്ധം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രദേശവും ഇപ്പോൾ അവരുടെ പട്ടണവും എന്തല്ല ഇപ്പോൾ സുരക്ഷിതമല്ല എന്നാണ് പറഞ്ഞത്. യുദ്ധക്കെ വിരുദ്ധ ദോ നാരെ ലീഗി. പിന്നീട് പറഞ്ഞിട്ട് യുദ്ധത്തിന്റെ വിരുദ്ധമായിട്ടുള്ള 2 നാരെ മുദ്രാവാക്യങ്ങൾ എഴുതാനാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് കേട്ടോ. അപ്പൊ യുദ്ധത്തിനാണ് കുറച്ച് പ്രാധാന്യം ഉള്ളത്. യുദ്ധത്തിന്റെ പോസ്റ്റർ, യുദ്ധത്തിന്റെ നാരെ, അതൊക്കെ 2-3 ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ചിത്രയ്ക്ക് ആധാർ പർ ദോ വാക്യ ലിഖേം എന്നാണ് പറഞ്ഞത്. ഈ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ 2 സെന്റൻസ് എഴുതണം. അപ്പൊ നമ്മൾ ഇന്ന് സെന്റൻസ് ഉണ്ടാക്കാം. അമ്മ എന്താണ് ചെയ്യുന്നത്? കുട്ടി എന്തോ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ 2 സെന്റൻസ് ഉണ്ടാക്കാം. എന്താണ്? ബച്ചെ മാംസേ പൂച്ച്താ ഹെ. കുട്ടി അമ്മയോട് ചോദിക്കുന്നു. മാം എന്താ ചെയ്യുന്നത്? മാം ഭോജൻ ബനാത്തെ ഹെ. അമ്മ എന്ത് ചെയ്യാണ്? ഭക്ഷണം ഉണ്ടാക്കുകയാണ് അല്ലെ. അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ മാം പക്കാത്തി ഹെ പറയാം. അമ്മ പാചകം ചെയ്യുന്നു എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ ഈ ചോദ്യവും അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ആൻസർ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. എങ്കിൽ നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലേഖികാനെ ദുക്കാൻ സേ ക്യാ ലിയ. ലേഖിക കടയിൽ നിന്ന് എടുത്തത് എന്താണ് എന്നാണ്. എന്താണ്? വെള്ളത്തിന്റെ ബോട്ടിലാണ് എടുത്തത് അല്ലേ. പാനിക്ക് ബോട്ടിലാണ് ലേഖിക എടുത്തത്. വെള്ളത്തിന്റെ ബോട്ടിൽ ആണ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് മേര എന്നുള്ളതിന്റെ മേമാണ്. അടുത്തത് തുർക്കി എയർപോർട്ട് അനുഭവം ആധാർ പർ ലേഖികയുടെ ഡയറി, അത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. ലേഖികനെ പാനിക്ക് ബോത്ത് ദുക്കാനെ വാപ്പസ് ലേഖിക്കും. ഇതിന്റെയൊക്കെ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തതാണ് കേട്ടോ. ഖുശ്ബു രസ്തേ ആത്ത് കവിതയുടെ വരികളാണ് താഴെ തന്നത്. ആ കവിതയില് ഈ കവി और കവിത കാശി തന്ന ഭക്തിയോ കാശി ലിഖയും. അതായത് നമ്മൾ കവി ആരാണെന്നും കവിതയുടെ പേരെന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിന്റെ ആശയം എഴുതണം. ഖുശ്ബു രസ്തേ ആത്തിന്റെ ആശയം. അപ്പൊ 2-3 ക്വസ്റ്റ്യനിലായിട്ട് ഖുശ്ബു രസ്തേ ഹാത്തിന്റെ ആശയം ചോദിച്ചിട്ടുണ്ട്. അതോടെ നിങ്ങൾ നിർബന്ധമായിട്ടും ഖുശ്ബു രചിത്തെ ഹേ ഹാത്ത് എന്ന കവിതയുടെ ആശയം പഠിച്ചു വെക്കുക കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അടുത്തതായിട്ട് വരുന്നത്, मजदूरों के श्रम से निर्माण और विकास, कठिन परिस्थितियों में काम, दूसरों के जीवन में सुख सुविधा व खुशबू, सामान और अधिकार की आवश्यकത. ഇതൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിഷയ पर ലഘുലേഖാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഖുശ്ഹാൽ സമാജ് കി നിർമ്മാൺ മേ മസ്ദൂർ വർഗ കി ഭൂമിക എന്ന വിഷയത്തിൽ ലഘുലേഖ് പറഞ്ഞാൽ ചെറിയൊരു കുറിപ്പ് എന്നാണ് അർത്ഥം. ചെറിയൊരു കുറിപ്പ് എഴുതാം. ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി അതിനെ കുറിച്ചിട്ട്. അതിനുള്ള പോയിന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട് എഴുതാനുള്ള. അതൊക്കെ ചേർത്തിട്ട് നമുക്ക് എഴുതാം. ഇത് എഴുതിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്തതാണ്, ഫുള്ളായിട്ട് ചെയ്തതാണ്. അതിലിത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ദുനിയാക്കി സാരി ഖുശ്ബു രസ്തേ ഹേ ഹാത്തോ കെ ബാരെ മേ ചർച്ച ഹുയി ഹേ. മസ്ദൂരോക്കെ അല്ലേ. ഇൻ പങ്ക്തിയമ്മ, ആരുടെ? തൊഴിലാളികളുടെ കൈകളെ കുറിച്ചല്ലേ ഇവിടെ പറയുന്നത്. അതിന് അടുത്ത ചൗക്ക് കവിതയുടെ വരികളാണ് തന്നിരിക്കുന്നത്. നിമ്നലിഖിത ആശയ വാലി പങ്ക്തിയാം, താഴെ തന്നിരിക്കുന്ന ആശയം വരുന്ന വരികളാണ് നമ്മൾ എഴുതേണ്ടത്. जब कवि किसी बड़े शहर के अस्त व्यस्त चौक से गुजरता है उसे अपने बचपन के स्कूल के जाने वाली स्त्रियों की याद आती है. ആ അർത്ഥം വരുന്ന വരികൾ, ലേക്കിൻ അബ് ഭി ഉൻ ദോടെ സേ ദോനോ കൈ ഷഹരോं से बाद भी जब भी मैं किसी बड़े शहर की 3 വരിയാണ് വരിക കേട്ടോ.
ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് വിശേഷണ ശബ്ദമാണ് ബഡേ എന്നതാണ് വിശേഷണ ശബ്ദം. ഇനി സയാനി ബുവയിലെ ചോദ്യമാണ്. സയാനി ബുവ ഫ്രോക്ക് സിൽവാനയ്ക്ക് ലിയെ 7 രൂപയാണ് കൊടുത്തത് അല്ലേ, 7 രൂപയാണ് ഫ്രോക്ക് തുന്നിക്കാൻ വേണ്ടി കൊടുത്തത്. ഇനി പഹാഡ് ജാനയ്ക്ക് തയ്യ കത്തേ സമയം ബുവയും ബൈസാബും ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വാർത്താലാപ് ചെയ്തതാണ്, അത് നോക്കി പഠിക്കുക. സയാനി ബുവയുടെ ചരിത്രപര ടിപ്പണി 2 ക്വസ്റ്റ്യനിലായിട്ട് ചോദിക്കുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇനി നമൂനയ്ക്ക് ആൻസർ മാതൃക അനുസരിച്ച് എഴുതാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് മാതൃക അനുസരിച്ച് ചെയ്യാനുള്ളത്. അനോൻ ആം ഗാത്തി ഹെ ബച്ചേ സ്കൂൾ ജായേങ്കെ എന്നാണ്. അപ്പോൾ ഇവിടെ ഗാത്തി ഹെ എന്നുള്ള എന്ത് വരും, ഇവിടെ ജാത്തേ ഹേ എന്നുള്ളതാണ് ജായേങ്കെ വന്നത്. അപ്പോൾ ഇവിടെ ഗാത്തി ഹേ എന്നുള്ള എന്ത് വരും, ഗായെങ്കിന്ന് വരും അല്ലേ, അങ്ങനെയാണ് വരിക. നമ്മളത് അതിൽ ചെയ്തതാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാം. സൈക്കിൾ ഖരീദിനേക്ക് പൈസേ കോൻ ചുടാത്തി കൈസേ. സൈക്കിൾ വാങ്ങാനുള്ള പൈസ ആരാണ് സ്വരൂപിച്ചത്, ആരാണ്, പത്നിയാണ് അല്ലേ, അന്തോണിയുടെ ഭാര്യയാണ് സ്വരൂപിച്ചത്. കൈസേ എങ്ങനെയാണ്, ആ വീട്ടിലെ സാധനങ്ങളൊക്കെ വിറ്റിട്ടെന്ന് പറയുന്നുണ്ട് അല്ലേ, ഗർക്ക സാമാൻ ബേച്ചിക്കർ, അതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. കോഷ്ടകസെ ശബ്ദം മദതക്ക് വാക്യ വിസ്താറാണ് അടുത്ത ചോദ്യം. ചുരാനേക്ക് സൈക്കിൾ അന്തോണിയോ കോശിഷ് കർത്താ ഹെ, ശ്രമിക്കുന്നു, എന്തിനു ശ്രമിക്കുന്നു, ചുരാനേക്ക് കോശിഷ് കർത്താ ഹെ, എന്ത് കട്ടെടുക്കാൻ ശ്രമിക്കുന്നു, സൈക്കിൾ ചുരാനേക്ക് കോശിഷ് കർത്താ ഹെ. പിന്നെയോ ആരാണ് സൈക്കിൾ കട്ടെടുക്കാൻ ശ്രമിക്കുന്നത്, അന്തോണിയോ സൈക്കിൾ ചുരാനേക്ക് കോശിഷ് കർത്താ ഹെ. മനസ്സിലായില്ലേ? അടുത്തത് വരുന്നത് എലൻ ഷാ ഷാർക്കെ ചർച്ചാക്കി സ്ഥല ബനായ. എലൻ ഷാ ആ പട്ടണത്തിലുള്ള ചർച്ചുകളൊക്കെ പള്ളികളൊക്കെ എങ്ങനെയാണ് വരച്ചത്, ഉൽട്ടാ ബനായ. അടുത്തത് എലൻഷാന്റെ ചിത്ര പ്രദർശനമാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, പോസ്റ്റർ തയ്യാറാക്കണം. ഈ പോസ്റ്ററും തയ്യാറാക്കിയിട്ടുണ്ട്, നിങ്ങളത് നോക്കിയിട്ട് പഠിക്കുക. അടുത്തത് വരുന്നത് മഹക്ക് എന്ന ശബ്ദത്തിന്റെ അർത്ഥമാണ്. മഹക്ക് എന്ന് പറഞ്ഞാൽ സുഗന്ധം എന്നാണ് അർത്ഥം. അടുത്തതായിട്ട് വരുന്നത് സഹി പ്രസ്താവാണ്. പേട് വാതാവരൺ കോ ഗന്ധാ കർത്താ ഹേ, തെറ്റാണ്. പേട് വാതാവരൺ കോ ശുദ്ധ ബനാത്താ ഹേ, ശരിയാണ്. മനുഷ്യ പേട് കോ ഗഹര സംബന്ധ് ഹേ, ശരിയാണ്. പക്ഷെ കോയി സംബന്ധ് നഹി ഹേ, തെറ്റാണ്. അപ്പോൾ ഈ 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ, 2ഉം 3ഉം ശരിയാണ്. അടുത്തത് പേട് കവിതയിലെ അപ്പന മതപ്രവർത്ത കവിക്ക് നമ്പർ 10 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേട് കവിതയിലെ ഒരു കത്ത് എഴുതുന്നത്, ആ കത്താണ് എഴുതേണ്ടത്. അത് നിങ്ങൾ പഠിച്ചത് അതുപോലെ തന്നെ എഴുതുക. അടുത്ത ചോദ്യം വരുന്നത് താഴെ തന്നിരിക്കുന്ന ഈ പിക്ചർ നോക്കിയിട്ട് ചോദ്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഇവിടെ റോഡ് ക്രോസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ സടക്ക് പാർ കർത്താഹേന്ന് എഴുതാ, റോഡ് ക്രോസ് ചെയ്യുന്നു. ഗാഡിയാൻ ചലാത്തേഹേ, വണ്ടികൾ പോകുന്നു അല്ലേ. അപ്പോൾ നമുക്കത് ചോദ്യമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചോദ്യം ഉണ്ടാക്കാം. കോൺ സടക്ക് പാർ കർത്താഹേന്ന് ചോദിക്കുക, ഒരു ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ വേണമല്ലോ, 2 ചോദ്യമല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം സടക്ക് കൈസി ഹേ, സടക്ക് എങ്ങനെയാണ്, റോഡ് തിരക്കുള്ളതാണോ തിരക്കുള്ളതല്ലേ എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഇതിന് ഏകദേശം യോജിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. പിന്നെ ഇവിടെ ആരൊക്കെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അമ്മയും കുട്ടികളായിട്ട് പറയാം അല്ലേ, അമ്മയും കുട്ടികളും എന്ത് ചെയ്യുന്നു, റോഡ് ക്രോസ് ചെയ്യുന്നു, അങ്ങനെ പറയാം. അപ്പൊ അത്രയാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി അടുത്ത ചോദ്യം അടുത്തതായിട്ട് വരുന്നത് അടുത്തായിട്ട് സിരിയാക്കി ബേട്ടിയിലാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. സഹി വികൽപ്പാണ്. മുജിയാണ് ചോദിച്ചത് അല്ലേ. മുജിയിലെ മേം പ്ലസ് കോ ആണ് മുജി. മേം പ്ലസ് കോ ആണെന്ത്, മുജി. മുജി എന്ന് പറയുന്നത് മേം പ്ലസ് കോ, മുജിക്കോ അല്ലെങ്കിൽ മുജി. എന്താണ്, മുജി, മേം പ്ലസ് കോ. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി ഈ സാൻസി पर एक क्षण के लिए मैं सब भूल गई, ലേഖികക്ക് ऐसा അനുഭവം क्यों हुआ? ആ ചിരിയിൽ ഞാൻ എല്ലാം മറന്നു. ലേഖികക്ക് അങ്ങനെയുള്ള അനുഭവം, എന്താണ് അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവാനുള്ള കാരണം എന്നാണ് ചോദ്യം. അപ്പോൾ അത് നമ്മൾ ഈ പാരഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ അതിനുള്ള ആൻസർ എഴുതുക. അടുത്ത വരുന്നത് പ്രസ്തുത പ്രസംഗിക്ക ലേഖികപ്പൻ്റെ ഡയറിയാണ്, ലേഖിയുടെ ഡയറി, അത് നമ്മൾ പഠിച്ചതാണ്, അത് എഴുതുക. പിന്നെ അടുത്ത ചോദ്യം വരുന്നത് തുർക്കി എയർപോർട്ടിലേക്ക് പോകുന്ന മഹിളാനെ ലേഖിക പരിചയ ഹുവ ഉസ്കെ ബാരെ മേ ബതാക്കർ ലേഖിക അപ്പനെ. അങ്ങനെ തുർക്കി എയർപോർട്ടിൽ വെച്ചിട്ട് സിറിയയിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയെ ലേഖിക പരിചയപ്പെടുന്നു. ആ ലേഖിക
തൻ്റെ മിത്രത്തിന് കത്തെഴുതണം അത് വെച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു കത്ത് നമ്മൾ തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഫോർമാറ്റ് എഴുതണം. ഫോർമാറ്റ് എഴുതിയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മാറ്റർ ഏകദേശം തന്നിരിക്കുന്ന ചോദ്യം മനസ്സിലാക്കിക്കൊണ്ട് ഏകദേശം സെൻറ്റൻസ് ഉണ്ടാക്കി തന്നിരിക്കുന്ന പാരഗ്രാഫ് നോക്കി അതിനുള്ള സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ലെറ്റർ എഴുതുക. പിന്നെ അടുത്തത് വരുന്നത് ഖുശ്ബൂ രച്തേ ഹേ ആത്തില ക്വസ്റ്റ്യൻ ആണ്. മഷഹൂർ का സമാനാർത്ഥി ശബ്ദ കോൻസാഹെ എന്നാണ് ചോദ്യം. മഷൂർ പറഞ്ഞ പ്രസിദ്ധ് എന്നാണ് അർത്ഥം. അടുത്തായിട്ട് വരുന്നത് വിശേഷണ ശബ്ദമാണ്. വിശേഷണ ശബ്ദം മുൽക്ക്, ഗലി, ഗന്ധ, ഫൂൽ. ഗന്ധ പറഞ്ഞ അഴുകിയ, ഗന്ധ അതാണ് എന്ത് വരുന്നത്, അതിന് വിശേഷണ ശബ്ദമായിട്ട് വരുന്നത്. കവി കാ പരിചയത്തെ പങ്ക്തിയാ ആശയിലിക്കുകയും കവി പരിചയം നൽകിക്കൊണ്ട് വരികളുടെ ആശയം എഴുതാനാണ് പറഞ്ഞത്. വരികൾ ഏതാണ് നൽകുകയും ഗലീമെ ബന്തി മുൽക്കുകയും മഷൂർ അഗർബത്തിയ. അപ്പം ഖുശ്ബൂ രച്തേ ഹേ ആത്തിൻ്റെ തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിക്കണം നിർബന്ധമായിട്ടും ഖുശ്ബൂ രച്തേ ഹേ ആത്ത് എന്ന കവിതയുടെ ആശയം കേട്ടോ. ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് വാസ്തവികത ജാക്കർ ബുവാജി ബി രോത്തെ രോത്തെ ആസ് പടി. വാസ്തവികത ക്യാദി, വാസ്തവികത എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. എന്താണ് വാസ്തവികത? വാസ്തവികത ഇതാണ്, പ്യാലെ ടൂട്ട് ചാന അല്ലേ, കപ്പ് പൊട്ടിയതാണ് അതിൻ്റെ യഥാർത്ഥം. ആ യഥാർത്ഥം മനസ്സിലാക്കിയിട്ടാണ് അവർ ചിരിച്ചത്. അവിടെ ഉണ്ടല്ലേ ചോയ്സ് ഉണ്ട്. अन्नू की तबीयत ठीक है, अन्नू की तबीयत ठीक नहीं है, अन्नू और पिता अभी न लौटेगे, अन्नू घर लौटना नहीं चाहती, अन्नू की तबीयत ठीक है. അതാണ് അതിൻ്റെ ഇവിടെ ചോയ്സ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേ. ഇവിടെ തന്നിരിക്കുന്ന മാതൃക അനുസരിച്ചിട്ട് മാറ്റി എഴുതാനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് മുകളിൽ തന്നിരിക്കുന്നത് നോക്കുക, താഴെ തന്നിരിക്കുന്നത് നോക്കിയിട്ട് ഇവിടെ എന്ത് മാറ്റമാണോ വരുത്തിയത് അതുപോലെ മാറ്റം വരുത്തിയാണ് എഴുതേണ്ടത്. ബുआ सारी बातें सुनती है, बुआ सारी बातें सुनेगी എന്നാണ് അല്ലേ ഇവിടെ തന്നത്. സാരി ബാത്തേ സുനേഗി. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ പത്ര പടേങ്കി എന്നാക്കണം. സുൻതി ഹേ എന്നുള്ള സുനേഗി എന്നല്ല വന്നത്, പഠിത്തി ഹേ എന്നുള്ള പടേങ്കി എന്ന് എഴുതണം. അത്രയുള്ള മാറ്റം. സങ്കേതോക്കി മദർസെ ബുവാക്കെ ചരിത്രപര ടിപ്പണിയാണ് അടുത്തത്. ബുവയുടെ ചരിത്രപര ടിപ്പണി, സയാനി ബുവയുടെ ചരിത്രപര ടിപ്പണി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അടുത്തായിട്ട് വരുന്നത് ഹാജി കി കഹാനിയിലെ ഭാഗമാണ്. ഹാജി കി കഹാനിയിൽ പ്രൊഫസറിനെ ക്യാ തൈ കിയ. പ്രൊഫസർ എന്താണ് തീരുമാനിച്ചത്? എന്താ തീരുമാനിച്ചത്? ആ പട്ടിക്കുഞ്ഞിനെ പിന്നെ യജമാനെ കണ്ടെത്തുന്നത് വരെ വളർത്താൻ വേണ്ടിയിട്ടല്ലേ തീരുമാനിച്ചത്. അത് ഈ പാരഗ്രാഫിലുണ്ട്, നോക്കി എഴുതുക. അടുത്ത തന്നെ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ പ്രൊഫസർ കി പത്നിക ശുരു ഹാജി വസന്ത് നെഹി ആയ ഉസ്കെ പ്യാർ കർണയിലേക്ക് ക്യോ. പിന്നീട് അതിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്, അതിനെ പിന്നീട് എന്തുകൊണ്ടാണ് സ്നേഹിക്കാൻ തുടങ്ങിയത് അത് നമ്മൾ ഈ പാരഗ്രാഫിൽ കാണും. गोचने नहीं मिलने के लिए वही नहीं मिला, रोज इसके कारण दोनों ऐसे लगाव के अपना मालिक बने. प्रोफेसर की पत्नी शुरुआत में आज नहीं, लेकिन उनकी सुंदरता और इതാണ് आंसर, लेकिन उनकी सुंदरता और प्रोफेसर के प्रति उनके स्नेह ने उनका दिल पिघला दिया. അതാണ് കാരണം കേട്ടോ, പിന്നീട് സ്നേഹിക്കാനുള്ള കാരണം. അടുത്തത് പ്രൊഫസർ और पत्नी के बीच के സംവാദം നമ്മൾ എഴുതിയതാണ്. സംവാദം പറഞ്ഞാലും പിന്നെ വാർത്താലാപ് പറഞ്ഞാലും അതുപോലെ തന്നെ പിന്നെ ബാത്ചീത്ത് പറഞ്ഞാലും ഒരേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരേ അർത്ഥമാണ് വരുന്നത്. സംഭാഷണം തയ്യാറാക്കുക എന്നാണ് അർത്ഥം. അത് നമ്മൾ സംഭാഷണം തയ്യാറാക്കിയതാണ്, അത് നിങ്ങൾ പഠിക്കണം. ഇനി അടുത്തത് വരുന്നത് ചൗക്ക് എന്ന കവിതയാണ്. ഹവാല കർണ എന്ന് പറഞ്ഞാൽ സൗമ്പ് തന്നെയാണ്, ഏൽപ്പിക്കുകയാണ് അല്ലേ. പിന്നെ അടുത്തത് വരുന്നത് നിമ്നലിഖിത ആശി വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ മഹിളാവോനെ മുझे കഠിനായോ കെ പാർ കർണേ മേ മദദ് ദി. ആ സ്ത്രീകൾ എന്നെ പ്രയാസങ്ങൾ എന്ത് ചെയ്യാൻ പഠിപ്പിച്ചു എന്നാണ്. മഹിളാവോനെ മുझे കഠിനായോ കെ പാർ കർണ, പ്രയാസങ്ങളെ തരണം ചെയ്യാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നത്. जिन्होंने मुझे चौक पार करना सिखाया मेरे मोहल्ले की, ഇതാണ് അല്ലേ. ഉൻ സ്ത്രീയോനെ വൈഭവ് മേരെ സാത്ത് രഹാ ജിനോനെ മുझे പാർ കർണ സിഖായ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് വരുന്നത് സഹി പ്രസ്താവാണ്. മഹിളായേം ഹർ സുബ കാം കർണേ കെ ലിയെ ജാത്തി തി. സ്ത്രീകൾ എല്ലാ രാവിലെയും ജോലിക്ക് പോകുന്നു, ശരിയാണ്. മഹിളായ ദൂർക്കെ ഗാവമേ രഹത്തി തി. ഉൻ മഹിള, ഇത് തെറ്റാണ് അല്ലേ, ദൂരെ ഗ്രാമത്തിലല്ലല്ലോ അവരുടെ നമ്മുടെ കവിയുടെ ഉൻ മഹിളാവോനെ ബാലകു കോ പ്രതീക്ഷ കർണ സിഖായ. ഇത് ശരിയാണ് അല്ലേ.
ബാലഖിനെ മഹിളാവോക്കോ ചൗക്ക് പാർ കർണേക്ക് മദതിക്ക് അത് തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരിയായിട്ട് വരുന്നത്? 1ഉം 3ഉമാണ് ശരി. അപ്പോൾ നമുക്ക് എഴുതാം 1ഉം 3ഉം ശരിയാണ്. ഇതാണ് അതിന് ശരിയായിട്ട് വരുന്നത്. അടുത്തതായിട്ട് ബൈസിക്കിൾ ദിവസിലെ ചോദ്യമാണ്. വാക്യവിസ്താറാണ് തന്നിരിക്കുന്നത്. അന്തോണിയോ കോശിഷ് കർത്താ ഹേ. അന്തോണിയോ കോശിഷ് കർത്താ ഹേ. എന്താണ് അന്തോണിയോ കോശിഷ് കർത്താ ഹേ? साइकिल की चोरी करने की किसी की अंतोनियो चोरी करने की कोशिश करता है. अंतोनियो साइकिल चोरी करने की कोशिश करता है. अंतोनियो किसी की साइकिल चोरी करने की कोशिश करता है അല്ലേ? അന്തോണിയോ ഫസ്റ്റ് തന്നെ കട്ടെടുക്കുന്നു, പിന്നെ ആരുടെയോ കട്ടെടുക്കുന്നു. അന്തോണിയോ ആരുടെയോ സൈക്കിൾ കട്ടെടുക്കുന്നു അല്ലേ? മാനിലെ ആപ്കെ സ്കൂൾ മേ ഫിലിമോത്സവ് ബൈസിക്കിൾ ദിവസിന്റെ പ്രദർശനം നമ്മൾ പോസ്റ്റർ ചെയ്തതാണ്. ആ പോസ്റ്റർ നിങ്ങൾ ഒന്നുകൂടെ പഠിച്ചിട്ട് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് ബേറോസ്ഗരി കെ ഗരീബി സമാജ് വികാസ് ബന്ധയിൻ അബ്കാ വിചാർ വ്യക്ത കർത്തവ്യ ലഘുലേഖ എഴുതാനാണ്. അതായത് ചെറിയൊരു കുറിപ്പ് എഴുതണം. എന്തിനെ കുറിച്ചിട്ട്? ബേറോസ്ഗാരി ഓർ ഗരീബി സമാജ് കെ വികാസമേ ബാധാ ബന്ധേ. ഇത് നമ്മൾ എഴുതിയതാണ്. അത് നോക്കിയിട്ട് ഒന്നുകൂടെ നിങ്ങൾ പഠിക്കുക. ലഘുലേഖമൊക്കെ നമുക്ക് പഠിക്കാൻ പ്രയാസമാണെങ്കിൽ അത് നിങ്ങൾ പഠിക്കാതെ ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം അതൊരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും മിക്കവാറും വരിക. അപ്പോൾ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഓർ ക്വസ്റ്റ്യൻ ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഡയറി, പത്ര, കവിതയുടെ ആശയം അതൊക്കെ എന്താണ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. 4 കവിതയാണുള്ളത്. ആ 4 കവിതയുടെ ആശയം എന്തായാലും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സയാനി ബുവയുടെ ചരിത്ര ടിപ്പണി പഠിച്ചു വെക്കുക. സയാനി ബുവയും പിന്നെ ബായി സാഹബും തമ്മിലുള്ള വാർത്താലാപ് പഠിക്കുക. സയാനി ബുവയുടെ ഡയറി പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ പേട് കവിതയുടെ ആശയം എന്തായാലും പഠിച്ചു വെക്കുക. അതിലുള്ള കത്തുണ്ടല്ലോ ആ കത്തൊന്ന് പഠിച്ചു വെക്കുക. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഓണം കേരള മുഖ്യ ത്യോഹാർ ഹൈ ത്യോഹാർ ശ്രാവൺ മാസമേ മനായ ജാത്തായ. ഇതിലെന്താണ്? ചോദ്യം ഉണ്ടാക്കാനാണ് അല്ലേ? 2 ചോദ്യം ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കേരള കാ മുഖ്യ ത്യോഹാർ ക്യാ ഹേ എന്നൊരു ചോദ്യം ഉണ്ടാക്കുക. പിന്നെ ശ്രാവൺ പിന്നെ കിസ് മഹീനേമേ പിന്നെ മനായ ജാത്താ ഹേ എന്നൊരു ചോദ്യം ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് 2 ചോദ്യം കിട്ടിയില്ലേ? അപ്പോൾ 2 ചോദ്യമാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ 2 ചോദ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. എല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് നോക്കുക. ഇത്രയും ഈ ഒരു 4 സെറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ തന്നെ ഏകദേശം ക്വസ്റ്റ്യൻ്റെ ഒരു രൂപം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നൊരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കും. അതിനു വേണ്ടിയാണ് ഇത്രയും ക്വസ്റ്റ്യൻ നോക്കിയത്, ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോയത്. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹിന്ദി വിന്നറിൽ ഇതിൻ്റെ വിശദമായ എല്ലാത്തിൻ്റെയും നമ്മളിപ്പോൾ 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വായിച്ചു പോയല്ലോ. അതിൻ്റെയൊക്കെ ആൻസർ കൃത്യമായിട്ട് പറയുന്ന വീഡിയോ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് വാക്യപ്പിന്നീട് മാത്രമുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആശയം മാത്രം, ഈ 4 കവിതയുടെ ആശയം മാത്രമുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. എല്ലാ ചാപ്റ്ററിലെയും ഡയറി മാത്രമുള്ളൊരു വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററിൻ്റെയും പിന്നെ എന്താ പറയുക ചരിത്രപര ടിപ്പണി ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണോ ചരിത്രപര ടിപ്പണി ചോദിക്കാൻ സാധ്യതയുള്ളത് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്തിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.